നമസ്തേ. സ്വാമിയെ ശരണമയ്യപ്പ. ഈ മണ്ഡലകാലത്തിൽ സ്വാമിയുടെ ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ തികച്ചും പ്രതികരിക്കേണ്ട ചില വിഷയങ്ങൾ കടന്നു വന്നതുകൊണ്ടാണ് കുറച്ച് പ്രശ്നബാധിതമായിട്ടുള്ള ചില വിഷയങ്ങൾ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് ധാരാളം വാർത്തകൾ കടന്നു വന്നുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും ധാരണ ശബരിമലയിൽ എല്ലാ മതക്കാർക്കും, അയ്യപ്പനെ വിശ്വസിക്കുന്ന ആർക്കും കടന്നു വരാം എന്ന് ശബരിമലയുടെ തത്വമാണത്. അത് നമുക്ക് ആർക്കും എതിരില്ല. സ്വാമിയെ വിശ്വസിക്കുന്ന, മാലയണിഞ്ഞിരിക്കുന്ന ഏതൊരാൾക്കും മതത്തിനതീതമായിക്കൊണ്ട് ശബരിമലയിൽ കടന്നു വരാം. പക്ഷെ അതിനർത്ഥം എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ഒരു സ്ഥലമാണ് ശബരിമല എന്ന് ആരും ധരിക്കണ്ട. നിങ്ങൾക്കെല്ലാവർക്കും കടന്നു വരാനുള്ള അയ്യപ്പസ്വാമിയെ ദർശിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് വെച്ച് ശബരിമലയെ അങ്ങോട്ട് മതേതരത്വത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കളയാം. അയ്യപ്പനെ അങ്ങോട്ട് വാവര മാത്രമല്ല, അയ്യപ്പനെയും മുസ്ലിമാക്കി കളയാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കി കളയാം എന്നൊക്കെ ധരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. എന്തൊക്കെയാണ് ശബരിമലയെക്കുറിച്ച് വരുന്ന വാർത്തകൾ? ഇവ അടുത്ത ദിവസം വന്നിട്ടുള്ളൊരു വാർത്ത എന്താ? അയ്യപ്പൻ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത്രേ എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നാണല്ലോ കൂടുതൽ ഭക്തന്മാർ വരുന്നത്. അപ്പോൾ അവിടെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഈ അയ്യപ്പനെ കുറച്ചുകൂടി ക്യാൻവാസ് ചെയ്ത് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, അവിടെ ഇപ്പം ഭരിക്കുന്നത് സ്റ്റാലിനാണല്ലോ. അതുകൊണ്ട് അയ്യപ്പനെ തമിഴ്നാട്ടുകാരനാക്കി കഴിഞ്ഞാൽ സ്റ്റാലിൻ അവസാനം സഖാവ് അയ്യപ്പനാക്കി മാറ്റിക്കൊള്ളും എന്നത് അറിയുന്നത് കൊണ്ടായിരിക്കാം വന്നിട്ടുള്ളൊരു വാർത്ത. നമുക്ക് ചിരി വരും. എത്രയോ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ് അയ്യപ്പൻ്റെ ജനനത്തെക്കുറിച്ചും അയ്യപ്പൻ എവിടെയാണ് ജീവിച്ചിരുന്നത് എന്നതിനെക്കുറിച്ചും അയ്യപ്പൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ വന്ന വാർത്ത എന്താണെന്ന് അറിയാം നിങ്ങൾ? അയ്യപ്പൻ എന്ന് പറയുന്നത് പാണ്ഡ്യന്മാരുടെ ആ വംശത്തിൽപ്പെട്ട ആളാണ് അത്ര അയ്യപ്പൻ. അപ്പൊ തമിഴ്നാട്ടുകാരനാണ് അത്ര അയ്യപ്പൻ. അതല്ലാതെ ഇവിടെയുള്ള അയ്യപ്പൻ അല്ലത്രേ യഥാർത്ഥ അയ്യപ്പൻ എന്നാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത. എന്താ ശബരിമലയെക്കുറിച്ച് മാത്രം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമോ? കേരളത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിന് എന്താ പറ്റിയതെന്ന് നമുക്കറിയില്ല. നല്ലൊരു കുലത്തിലാണ് ജനിച്ചത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില സമയത്ത് ചിലതൊക്കെ വഴിതെറ്റും പിറക്കാറുണ്ടല്ലോ. നല്ല കുലത്തിൽ ചില സമയത്ത് മോശം ആളുകളും മോശം കുലത്തിൽ നല്ല ആളുകളും ഒക്കെ ജനിക്കാറുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന. അതുകൊണ്ടാണല്ലോ പ്രഹ്ലാദം പോലും അസുരവംശത്തിൽ ജനിച്ചിട്ടുള്ളത്. അതൊക്കെ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അയ്യപ്പൻ എന്ന് പറയുന്നത്, വാവരെന്ന് പറയുന്നത് മുസ്ലിം തന്നെയാണ് എന്ന് മാത്രം. വെളുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ സുഹൃത്തും ഉണ്ടായിരുന്ന അത്രേ ആർക്ക്? അയ്യപ്പന്. അപ്പൊ സ്വാമി അയ്യപ്പൻ ഇടതുഭാഗത്ത് മുസ്ലിമിനെയും വലതുഭാഗത്ത് ക്രിസ്ത്യാനിയെയും ചേർത്തുകൊണ്ട് എന്തൊരു നോക്കൂ നിങ്ങൾ, മതേതരത്വത്തിന്റെ അങ്ങനെ ഭാവന പൂത്തുലയുക ശബരിമലയ്ക്ക് എന്തിരിച്ചുകൊണ്ട്. കാരണം ഇത്രയധികം ഭക്തന്മാർ വരുന്ന സൗത്ത് ഇന്ത്യയിലെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. നിങ്ങൾ വിചാരിക്കേണ്ട ഈ ശബരിമലയ്ക്കെതിരെയും ഗുരുവായൂരിനെതിരെയും ഒക്കെ ഇത്രയധികം പ്രശ്നങ്ങൾ അവിടുത്തെ ആചാരങ്ങൾക്ക് നേരെ വരുന്നത് കേവലം പണത്തിൻ്റെ അതിൻ്റെ തിമിർപ്പ് കണ്ടുകൊണ്ട് മാത്രമല്ല, സാമ്പത്തികമായുള്ള നേട്ടത്തിന് വേണ്ടി മാത്രമല്ല എന്ന് ഹിന്ദു സമൂഹം മനസ്സിലാക്കേണ്ട സമയമാണ്. ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ 3 കേന്ദ്രങ്ങൾക്കെതിരെ കാര്യമായിട്ട് വരുന്നത്? കാരണം ദക്ഷിണേന്ത്യയിലെ അവശേഷിക്കുന്ന ഹിന്ദുവായി നിലനിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ശബരിമലയാണ്. ശബരിമലയ്ക്ക് മണ്ഡലകാലത്ത് മാലയെടുത്തുകൊണ്ട് അയ്യപ്പന്മാരായി സ്വാമിയെ ദർശനം കഴിഞ്ഞ് പടിയിറങ്ങി വീട്ടിലെത്തിയാൽ പിന്നെ കാത്തിരിപ്പാണ് അടുത്ത വർഷത്തെ മണ്ഡലകാലത്ത്. അങ്ങനെ അയ്യപ്പനെ വിശ്വാസമുള്ള, മലയ്ക്ക് മാലയിട്ട് വരുന്ന ഒരു സ്വാമി പോലും എന്തൊക്കെ പ്രലോഭനമുണ്ടായാലും മതം മാറിപ്പോകാൻ വേണ്ടി തയ്യാറാവുകയില്ല. അവരൊരിക്കലും തന്നെ ഹിന്ദുവിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരൊരിക്കലും പങ്കുചേരുകയില്ല. അതുകൊണ്ട് ശബരിമലക്കെതിരെ ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് ഹിന്ദുവിൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനും ഹിന്ദു സമൂഹത്തിനെ നശിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ദൗർഭാഗ്യവശാൽ ഹിന്ദു നാമധേയം ധാരികളായിട്ടുള്ള, എന്നാൽ ജിഹാദികളുടെ കൂടപ്പിറപ്പായിക്കൊണ്ട് പണത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ചില ആളുകൾ നമ്മുടെ ഭാഗത്തുമുണ്ട്. അവരും പറയുന്ന ചരിത്രം തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നാം വിശ്വസിക്കരുത്.
ശബരിമലയിൽ എന്ന് പറയുന്നത് അയ്യപ്പനാണെന്നും അയ്യപ്പൻ അവിടെ യോഗനിദ്രയിലാണ് എന്നുള്ളതും ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആരും തന്നെ അയ്യപ്പന് വേണ്ടിയിട്ട് പുതിയ ചരിത്രമൊന്നും ഉണ്ടാക്കി കൊണ്ടുവരേണ്ട ഒരു ആവശ്യവുമില്ല. വാവരെന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം വാപുരനാണ് എന്നുള്ളത്. വാവരെന്നത് മുസ്ലിം അല്ല. എവിടെയാ ആ സമയത്ത് മുസ്ലിം വന്നിട്ട് അയ്യപ്പനോട് ചേർന്ന് നിന്നത്? ഈ വാവരൻ എന്ന് പറയുന്നത്, വാവര് മുസ്ലിം ആണെങ്കിൽ അവന് ഒരു തെമ്മാടിയായിരുന്നു എന്ന് പറയണം. കാട്ടില് കാട്ടാളനായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. എങ്ങനെയാ മുസ്ലിം ആവുന്നത്? എവിടെയാ നമ്മൾ അയ്യപ്പന്റെ ചരിത്രത്തില് ഈ വാവര് മുസ്ലിം ആയിക്കൊണ്ട് വന്നിട്ട് പ്രാർത്ഥന നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്? അപ്പൊ ഇതൊക്കെ വളരെ അധികം ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ ഹിന്ദു സംസ്കാരത്തിൽ കലർപ്പുണ്ടാക്കുവാനും. കാരണം നാളെ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഇത് നമ്മൾ സ്വതന്ത്രമായിട്ട് ശബരിമലയെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്കെതിരായിട്ട് പറയാൻ അനുവദിച്ചാൽ ഒരു സംശയം വേണ്ട, ഒരു 30-40 വർഷം കഴിയുമ്പോൾ അയ്യപ്പന്റെ കോവിലിനേക്കാൾ വലുതായിട്ട് അവിടെ വാവരുടെ പള്ളി ഉണ്ടാവും, ഒരു ഭാഗത്തൊരു മിനാരം, ഒരു സംശയവും വേണ്ട. അതിനൊക്കെ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. എന്തിനാ ക്രിസ്ത്യൻ സുഹൃത്തുണ്ടെന്ന് പറയുന്നത്? പോകുന്ന വഴിക്ക് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാനലില്, അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു വരുമ്പോൾ ആ വ്രതം പൂർണ്ണമാവണമെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യൻ സുഹൃത്തിനെയും കൂടി കാണണത്രേ. നിങ്ങൾ നോക്കൂ, എത്ര വർഷമായി. ഇത് ആരോടാ ചോദിക്കേണ്ടത്? എന്റെയും നിങ്ങളുടെയും നാട്ടില് എന്റെയും നിങ്ങളുടെ മുത്തശ്ശന്മാരും മുതുമുത്തശ്ശന്മാരും മുതൽ പോയി വരുന്നതാ ശബരിമലയിൽ. അവിടെ എവിടെയാ ഈ കഥ നമ്മൾ കേട്ടിട്ടുള്ളത്? എവിടെയാ ഈ കഥ കേട്ടിട്ടുള്ളത്? എവിടെയും നമ്മൾ ഈ കഥ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു വാവരെന്ന് പറയുന്നത് വാപുരനാണ് എന്നതും അല്ല എങ്കിൽ വാപുരന് ഒരു നട ശബരിമലയിലുണ്ട്, പിന്നെ എന്തിനാണ് ഇവിടെ എരുമേലിയിൽ വേറൊരു പള്ളിയുടെ ആവശ്യം? 2 സ്ഥലത്ത് എന്തിനാ ഒരേ പ്രതിഷ്ഠ വെക്കുന്ന ആവശ്യം? ഇനി ആ പള്ളിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും മുഴുവൻ ചർച്ചയായിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഒരു പള്ളിക്കകത്ത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താ? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്നുള്ളതാ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്വാമിമാരെ കയറ്റുന്നു, അവർക്ക് ഭസ്മം കൊടുക്കും. എന്തൊക്കെ പ്രഹസനങ്ങളാ പണത്തിന് വേണ്ടി ചെയ്യുന്നത്? അയ്യപ്പന്മാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ പള്ളിയിൽ കയറരുത്. വാപുരൻ എന്ന് പറയുന്നത് അത് ഹിന്ദുവാണ്, അയ്യപ്പന്റെ തോഴനാണ്, ഒരു സംശയവുമില്ല. അതൊരു മുസ്ലിം അല്ല എന്നുള്ള കാര്യം സ്വാമിമാരും മനസ്സിലാക്കേണ്ട സമയമാണ്. ശബരിമലയെക്കുറിച്ച് എല്ലാ വർഷവും ശബരിമലയെക്കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ശബരിമലയുടെ ആചാരങ്ങളെക്കുറിച്ച്, ശബരിമലയുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ആ ചർച്ച. എന്നാൽ ശബരിമലയിൽ മണ്ഡലമാസം ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അവിടെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ പോയിട്ടോ അതല്ല എങ്കിൽ ഈ സർക്കാരിന്റെ ചുമതലപ്പെട്ട ആളുകൾ പോയിട്ട് അവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അയ്യപ്പന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കിട്ടാനുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അവിടെ വേണ്ട ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്ത് സുരക്ഷയാ ശബരിമലയിൽ എന്നുള്ളത്? ഏതെങ്കിലും ഒരു ജിഹാദി വിചാരിച്ചു കഴിഞ്ഞാൽ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദുവിന്റെ ജീവനെടുക്കാൻ നിഷ്പ്രയാസം സാധിക്കുന്ന ഒരു മേഖലയായിട്ട് ശബരിമല മാറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള അവിടെ ആവശ്യമായി സുരക്ഷ നിങ്ങൾ ഒരുക്കണം. ഡിസംബർ 6-ന് ഒരു 1 മുതൽ 6 വരെയുള്ള ദിവസമല്ല സുരക്ഷ എന്ന് പറയുന്നത്. മണ്ഡലകാലത്ത് ശബരിമലയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ അയ്യപ്പ ഭക്തന്മാർക്കും സുരക്ഷിതമായി സ്വന്തം വീട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള സുരക്ഷ, ആ സുരക്ഷ ഉറപ്പുവരുത്തണം. അതിനെക്കുറിച്ച് ശബരിമലയിൽ ചിന്തിക്കുന്നുണ്ടോ? ഈ വരുന്ന അയ്യപ്പന്മാർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ, ഒരു ഭക്ഷണം കൊടുക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കോടതി എന്താ പ്രഖ്യാപിച്ചിട്ടുള്ളത്? മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നത് ആചാരമല്ല അത്രേ. ആരാണിത് ആചാരമല്ല എന്ന് പറയുന്നത്? ആരുടെ വായിലൂടെയാണ് നാം ഇത് കേൾക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നാളെ പോയിട്ട് എൻ്റെ തറവാട് ക്ഷേത്രത്തിൽ എന്ത് പൂജ നടത്തണമെന്ന് ഞാൻ ഹൈക്കോടതിയോടാണോ ചോദിക്കേണ്ടത്? സർക്കാരിനോടാണോ ചോദിക്കേണ്ടത്? ഇതിനൊരു വ്യവസ്ഥയില്ല ഹിന്ദു സമൂഹത്തിൽ. ഇനി അങ്ങനെ ആചാരമല്ല എങ്കിൽ അത് ഹിന്ദു സമൂഹത്തിനോട് പറയേണ്ടത് ആരാണ്? അത് പറയേണ്ടത് അതിൻ്റെ ആചാര്യന്മാരാണ്. ആ ആചാര്യന്മാരിലൂടെ ആവണം എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ പോലും വരുത്തേണ്ടത് എന്നാണ് ബജരംഗദളിന് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദങ്ങളെല്ലാം തന്നെ തള്ളിക്കളയണം. ശബരിമല എന്നത് ഹിന്ദുവിൻ്റെ ആചാര കേന്ദ്രമാണ്, ഹിന്ദുവിൻ്റെ ക്ഷേത്രമാണ്, സ്വാമി അയ്യപ്പൻ്റെ ക്ഷേത്രമാണ്, ഒരു തർക്കവുമില്ല. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിൽ വിശ്വസിക്കുന്ന ആർക്കും മതത്തിനതീതമായി ശബരിമലയിൽ കടന്നു വരാം. അതിനും ഒരു തർക്കവുമില്ല, അതിനും ആരും തടസ്സം നിൽക്കാനും പോകുന്നില്ല. പക്ഷേ ഇത്രയും പുണ്യമായ പവിത്രമായിട്ടുള്ള ഈ ഒരു കേന്ദ്രത്തെക്കുറിച്ച് നിരവധിയായിട്ടുള്ള സംശയങ്ങൾ ഹിന്ദു സമൂഹത്തിനിടയിലേക്ക് പടർത്തിവിടുവാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ നാം ജാഗ്രതയോടുകൂടി കണ്ടിരിക്കണം. അതുകൊണ്ട് ഇനി ശബരിമലയിൽ പോകുന്ന സ്വാമിമാരെല്ലാവരും തന്നെ
അവിടെ പോയി ശബരിമല നടയിൽ പോയിട്ട് ഭഗവാൻ വാപുരനെ കണ്ട് തൊഴണം. വാവരുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. അത് എരുമേലി പള്ളിയിലാണ്, അത് മുസ്ലിം വാവരാണ്. അതാരാണെന്ന് നമുക്കറിയില്ല, അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ആ എരുമേലി പള്ളിയിലേക്ക് നമ്മൾ പോവുകയും ചെയ്തത് അവിടെ ദർശനം നടത്തേണ്ട ആവശ്യം, അവിടുത്തെ ഭസ്മവും നമുക്ക് ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ ശബരിമല നടയിൽ അവിടെ പോയി ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്ന വാപുരനെ പോയിട്ട് കാണണം. അത് വാപുരനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഹിന്ദു സമൂഹം ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയണം. ശബരിമലയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ശബരിമലയിലെ ആചാരങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഹിന്ദു സമൂഹം ഒന്നടങ്കം ഇറങ്ങണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാറുള്ളത്.